വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ ആംബുലൻസുകൾക്കൊരു നിയന്ത്രണം കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം. അത് ശരിക്കും ഈ തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ അടുത്തും ഒക്കെയുള്ള കടകളിലും ഈ മെഡിക്കൽ കോളേജ് മുതൽ അങ്ങ് കഴക്കൂട്ടം വരെയും അതിനോട് പരിസരങ്ങളിലുള്ളവർക്കൊക്കെ ഈ ആംബുലൻസുകൾക്ക് നിയന്ത്രണങ്ങൾ വേണോ എന്ന് ചോദിച്ചാൽ അവർ ഉറപ്പായിട്ടും പറയും 100% നിയന്ത്രണം വേണ്ട ഒരു സംവിധാനമാണ് ആംബുലൻസ് സംവിധാനം എന്ന് പറയും. നമ്മൾ ചില വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ എന്താ പറയുന്നത് ലഹരി പദാർത്ഥങ്ങളൊക്കെ വരെ ആംബുലൻസിൽ കടത്തിയിട്ടുണ്ട്. കാരണം പരിശോധനയൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഒരു ട്രാഫിക് ജാമിൽ ഒക്കെ പെടുമ്പോൾ അത്രയും നേരം ഹോൺ അടിക്കാതെ അല്ലെങ്കിൽ സൈറനിടാതെ വരുന്ന ആംബുലൻസ് പെട്ടെന്ന് തന്നെ ആംബുലൻസ് ഡ്രൈവർ ഹോൺ അടിക്കും. പല ആംബുലൻസുകളും എന്താ പറയുന്നത് കൃത്യമായിട്ടാണോ പ്രവർത്തിക്കുന്നത്, അതിലെ സ്റ്റിക്കറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെയൊന്നും MVD പിടിക്കാറില്ല. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ച് അപ്പം തന്നെ MVD പിടിക്കുകയും ഫൈൻ അടിക്കുകയും ചെയ്യും. എൻ്റെ ഓരോരോ നടന്മാരുടെ പേരിലും പിന്നെ അങ്ങനെ പല ചാരിറ്റബിൾ സംഘടനകളുടെയൊക്കെ പേരിലാണ് ഇറക്കുന്നതെങ്കിൽ കൂടിയും പല രീതിയിലുള്ള സ്റ്റിക്കറുകളാണ് ഇതിനകത്ത് ഒട്ടിച്ചിരിക്കുന്നത്. അത് പലതും പറയുന്നില്ല. അത് കാരണം അത് ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. വണ്ടി ഒന്ന് നോക്കിയാൽ മതി. അല്ല, ഈ ആംബുലൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ഗതാഗത രംഗത്ത് ഒരുപാട് നിയന്ത്രണങ്ങൾ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ തന്നെയാണ് ഏറ്റവും മോശമായ പ്രവണതയും നിലനിൽക്കുന്നത്. ഇവിടെ AI ക്യാമറകളൊക്കെ സ്ഥാപിച്ചപ്പോൾ അതിലൂടെ വളരെ വലിയ മാറ്റം വരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഈ റോട്ടിൽ നമ്മൾ ഒരു മര്യാദയും കാണുന്നില്ല എന്നതാണ് വസ്തുത. അതിന് ഒരു പരിധിവരെ അതിനൊരു മാറ്റം ഈ AI ക്യാമറയുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ കോടികളുടെ അഴിമതി അതിനു പിന്നിലും നടന്നു എന്നതല്ലാതെ അത് ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിച്ച് എന്തെങ്കിലും മാറ്റം നമ്മുടെ നിരത്തുകളിൽ വരുത്തിയതായിട്ട് ഇതുവരെ നമുക്കാർക്കും അനുഭവയോഗ്യമായിട്ടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.